ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നെക്ക് ഫേസിങ് എങ്ങനെയാണ് ഇതുപോലെ ലേസ് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ ഗമ്മ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള 2 ലേസ് പാറ്റേൺ ആണ് കേട്ടോ. ഇത് നെക്കിൻ്റെ അതേ സൈസിൽ എടുത്തിട്ടുള്ള ഫേസിങ് ആയിരുന്നു. ഇനിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റോങ് സൈഡിലാണ് ഈ ഫേസിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഡിസ്റ്റൻസിൽ നമ്മൾ നോർമൽ ഫേസിങ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നേരെ തിരിച്ചിടുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഫേസിങ് വരിക. നോർമലി നമ്മൾ ചെയ്യാറ് നേരെ ഓപ്പോസിറ്റാണ്, ഉള്ളോട്ട് ഫേസിങ് വരുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് കിട്ടുക. ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. വേസ്റ്റ് ഭാഗവും നമ്മൾ ഫേസിങ്ങിൻ്റെ ഭാഗവും ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചിടുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ലേസിൻ്റെ ഭാഗം വരും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏത് നെക്കും ഡിസൈൻ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ലേസോ പൈപ്പിങ്ങോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഫേസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.